നമസ്കാരം സുഹൃത്തുക്കളെ. ഇറാൻ അമേരിക്ക യുദ്ധം അങ്ങനെ 6-ാം ദിവസം കടന്നിരിക്കുകയാണ്. ഞാൻ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥ കാരണം, ഇറാൻ ആക്രമിക്കാൻ അമേരിക്കയുടെ യഥാർത്ഥ കാരണം എന്താണ്? കാരണം അമേരിക്ക വലിയൊരു അർമാഡയായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് നറേഷൻ അല്ലെങ്കിൽ ഒരുപാട് കഥകൾ പ്രചരിക്കുകയാണ്. ഇത് ജൂതന്മാരുടെ യുദ്ധമാണ്. അമേരിക്ക ജൂതന്മാർക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ യഹൂദനാണ്. അങ്ങനെയുള്ള ഒരുപാട് നറേഷൻ. യഥാർത്ഥത്തിൽ എന്താണ് ഇത് സംഭവിക്കുന്നത്? അതായത് വളരെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല. ഇറാൻ മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ പ്രധാനപ്പെട്ട കൂട്ടാളിയായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏകദേശം 25% എണ്ണ വിതരണം തടയാൻ കഴിയുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു ചോക്കിംഗ് പോയിന്റ് എന്ന നിലയിലേക്ക് ഇറാൻ വന്നിരിക്കുകയാണ്. 25% എണ്ണ പോകുന്ന ഹോർമുസ് കടലിടുക്ക് തടയാൻ കഴിയുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ് ഇറാൻ കഴിഞ്ഞൊരു 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ. അത് നമ്മൾ പറയുമ്പോൾ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയൊരു ഒരു 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 വിഷയമല്ലായിരുന്നു. കാരണം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. 2015 അമേരിക്ക ഇറാനുമായി ചർച്ചകൾ ചെയ്യുന്നു. ഒബാമ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്നു. അണുവായുധം അവർക്ക് ആവശ്യാനുസരണം അവരുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഫ്രെയിം വർക്ക്. അതിനുശേഷം ഒരു 2 വർഷങ്ങൾക്കുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. അത് ഇന്ത്യൻ മഹാസമുദ്രം, പേർഷ്യൻ ഗൾഫിലും അമേരിക്കയുടെ നാവിക സപ്ലൈ ലൈനുകളെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിയുന്ന വല്ലാത്തൊരു ശേഷി ഇറാന് ലഭിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ചിന്തിക്കും എങ്ങനെ വന്നുവെന്ന്. വളരെ സിമ്പിൾ എന്ന് പറയുന്നത്, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വർഷം മുമ്പത്തെ ഇറാനല്ല. കാരണം അമേരിക്കയുടെ ഉപരോധം, അമേരിക്കയുടെ ഈ പറയുന്ന ബുദ്ധിമുട്ടിക്കല്, അതെല്ലാം കാണുമ്പോൾ ഇറാൻ ചൈനയിലേക്ക് അടുക്കും. അത് സർവ്വസ്വാഭാവികമാണ്. സൂപ്പർ പവറുകളുടെ മത്സരം. ചൈന, അമേരിക്ക സൂപ്പർ പവർ രണ്ടുപേരും മത്സരിക്കുമ്പോൾ ഒരു വശം എന്നുള്ളത് ഒരു രാജ്യം തീർച്ചയായിട്ടും മറ്റേ വശത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു ക്ലോസം, അതിലൊന്നും വളരെ ഒരു തെറ്റുള്ള കാര്യമല്ല. കാരണം അങ്ങനെയാണ്, സഹായം കിട്ടിയേ പറ്റും. പക്ഷേ ഇറാൻ അത് ചെയ്ത രീതി അമേരിക്കയ്ക്ക് തന്ത്രപരമായിട്ട് അപകടകരമായ രീതി, അതായത് ഇറാനുമായി അടുത്ത രീതി, ഇറാൻ ചൈനയുമായി അടുത്ത രീതി 4 വർഷം 2 വർഷങ്ങൾക്കുള്ളിൽ അപകടകരമായ രീതിയിലായിപ്പോയി. ഉദാഹരണത്തിന് 5 വർഷം മുമ്പ് അമേരിക്കൻ നാവികസേനയ്ക്ക് ഒരു ഭീഷണിയുമായിരുന്നില്ല ഇറാൻ. ഇന്ന് കഴിഞ്ഞ വർഷം ചൈനയും ഇറാനും തമ്മിൽ ആയുധ കരാർ ഒപ്പുവെച്ചു. അതനുസരിച്ച് മാക് 3 വേഗത്തിൽ പറക്കുന്ന മിസൈലുകൾ ഇറാന് ലഭിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഈ മിസൈലുകൾ അമേരിക്കയുടെ കപ്പൽ പടയെ മുക്കാൻ സാധിക്കും, ഉറപ്പാണ്. കാരണം ഈ ഒരു പോയിന്റ് അത് തിരിച്ചു അങ്ങനെയാണ്. ഇവർ ആയുധ ഉടമ്പടി വെച്ചു. ഇറാന്റെ എണ്ണ വളരെ തുച്ഛമായ വിലയ്ക്ക് ചൈന വാങ്ങുന്നു. അങ്ങനെ 1.2 ബില്യൺ ബാരൽ ഓയിൽ ചൈന ശേഖരിക്കുന്നു. ഏകദേശം 100 ദിവസം, ഇന്ത്യക്ക് 30 ദിവസം പിടിച്ചു നിൽക്കാൻ സാധിക്കും എണ്ണ കിട്ടിയില്ലെങ്കിൽ. അവർക്ക് സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ചൈനയ്ക്ക് 100 ദിവസം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ചീപ്പായിട്ട് ഇറാനാണ് കിട്ടി. ഇങ്ങനെ പല രീതികളിലും ഇറാൻ അമേരിക്കൻ ശക്തിക്കെതിരായിട്ടുള്ള ഒരു മുന്നണി ആയുധമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യുദ്ധത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുമായിരിക്കും, ഇത് ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമോ, അദ്ദേഹം ചൈനയെ ആക്രമിക്കുമോ? ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുക. അമേരിക്കയിൽ തന്ത്രപരമായിട്ട് എങ്ങനെയാണ് ചൈനയെ നേരിടേണ്ടത് എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് അമേരിക്ക സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ. ട്രംപിന്റെ ആദ്യ കാലഘട്ടത്തിൽ, ആദ്യ ആഴ്ചകളിൽ ഇവർ എന്ത് ചെയ്തു? പനാമ കടലിടുക്ക് പിടിച്ചടക്കി. രണ്ടാമത്, എവിടെ നിന്നാണ് ഈ ചൈനയ്ക്ക് സസ്ത ഓയിൽ, ചീപ്പ് ഓയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? മഡൂറോ കൊടുക്കുമായിരുന്നു, കറാക്കസിന്, വെനസ്വേല, അവനെ പിടിച്ചകത്താക്കി. രണ്ടാമത് കിട്ടിക്കൊണ്ടിരുന്നത് റഷ്യനെ ചോക്ക് ചെയ്യുന്നവര്. കാരണം ഇന്ത്യയുമായുള്ള ബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഒരുപാട് ഭീഷണിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇന്ത്യ വിഷയം, മഡൂറോ വിഷയം. ഇപ്പൊ മൂന്നാമത്തെ സോഴ്സ് ഓഫ് പോയിന്റ് ഓഫ് ഗെറ്റിംഗ് എവിടെ നിന്നാണ് വരുന്നത്? മൂന്നാമത്തെ ചൈന, റഷ്യ ഇവിടുന്ന് വരുന്നു, ഇറാൻ നിന്ന് വരുന്നു. അങ്ങനെ അതായത് ഒരു ചൈനയുടെ സേവനത്തിനായിട്ട് ഒരു ജിയോ സ്റ്റാറ്റിക് എനർജി ചോക്കിംഗ് പോയിന്റ് ആയി മാറിയപ്പോഴാണ് അമേരിക്ക ഇത്രയും വലിയൊരു അർമാഡ അയച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പ് വരെ ഒരു വിഷയവുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് അമേരിക്ക ഇത് പരസ്യമായി പറയാത്തെ? ഇത് എന്ന് പറയുന്നത് ഇസ്രായേൽ ഹിസ്ബുള്ള എന്താണോ
അതുപോലെയാണ് ചൈനയ്ക്ക് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഒരിക്കലും ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ അമേരിക്കയ്ക്ക് പരസ്യമായി പറയാൻ സാധിക്കും, സൂപ്പർ പവറാണ്. ചൈന ഒരു സൂപ്പർ പവർ, അമേരിക്ക ഒരു സൂപ്പർ പവർ. അപ്പോൾ ഒരിക്കലും അമേരിക്കയ്ക്ക് ഇങ്ങനെ വെളിവാക്കാൻ സാധിക്കില്ല ഈ ഒരു യുദ്ധം നിനക്കെതിരെയാണ് എന്നുള്ളത്. ഇതൊരു നിഴൽ യുദ്ധമാണ്. അതായത് അമേരിക്കയ്ക്ക് അറിയാം, ഇറാനെ അടിച്ചാൽ അവിടെ പനി വരാൻ പോകുന്നത് ചൈനയ്ക്കാണ് എന്നുള്ള അമേരിക്ക വളരെ വ്യക്തമായിട്ട് അറിയാം. അതായത് ഇതാണ് ഇതിന് യഥാർത്ഥമായ കാരണം. അതായത് ഇപ്പോൾ ഒരു സൂപ്പർ പവറിനോട് ഇന്ന് യുദ്ധത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അത് ശത്രുവിന് എന്താ പറയുക പ്രതികരിക്കാനുള്ള ഒരു വഴിയും മുഖവും കൊടുക്കുകയാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ചൈനയ്ക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ നൽകുന്ന 3 രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു, 3 പേരെയും പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ഇനി 4ാമത്തെ ഒരു രാജ്യമുണ്ട്, ക്യൂബ. ക്യൂബ ഇതിൽ ഉൾപ്പെടാം. കാരണം ചൈനയുടെ ഒരു ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാൻ ക്യൂബയിൽ ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ട്. അപ്പൊ ക്യൂബയായിരിക്കും പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് ചൈന ഒരു പക്ഷേ സംരക്ഷിക്കാൻ വരാത്തത് ഇറാനെ? വ്യക്തമാക്കി മനസ്സിലാക്കുക, ഇറാൻ ചൈനയെ ആണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ചൈനയ്ക്ക് ഇറാൻ എന്ന് പറയുന്ന നിർണായകമൊന്നുമല്ല. ഇറാന്റെ എണ്ണ വരുമാനത്തിന്റെ 3/4 പങ്കും വരുന്നത് ചൈനയിൽ നിന്നാണ്. എന്നാൽ ചൈന ഇപ്പോൾ അമേരിക്ക നേരിടാൻ തയ്യാറല്ല. അവർക്ക് സാധിക്കില്ല. അവരുടെ ആർമിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇറാൻ ചൈനയ്ക്ക് എല്ലാം നൽകി, സാങ്കേതികം എല്ലാം കൊടുത്തു. അപ്പൊ ചൈന തിരിച്ച് അവർക്ക് സാങ്കേതികമായിട്ട് സഹായങ്ങളെ കൊടുത്തു. പക്ഷേ ആവശ്യം വരുമ്പോൾ അവർ തിരിച്ചുപോയി. അതായത് ഇപ്പം ഇറാനും റഷ്യയും തമ്മിലുണ്ട് കരാറുണ്ട്. റഷ്യ പോലും ആവശ്യഘട്ടത്തിൽ തിരിച്ചു വന്നില്ല. ഇസ്രായേലിന്റെ റോൾ ഞാൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ റോൾ എന്ന് പറയുന്നത്, നാളെ ഇവർ പക്ഷേ തായ്വാൻ ആക്രമിച്ചാൽ ഇസ്രായേൽ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ജപ്പാനും സൗത്ത് കൊറിയയും ഇസ്രായേലിന്റെ സെയിം റോളാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതായത് ഒരുമിച്ച് അടിക്കുക, അത് വഴി തുറന്നു കൊടുക്കുക. ഞാൻ പറഞ്ഞത് ഇതൊരു പ്രാദേശിക 2 ചെസ് ബോർഡ് പോലെയാണ്. ഒരു ചെസ് ബോർഡിൽ ഇസ്രായേലും ഇറാനും, രണ്ടാമത്തെ ചെസ് ബോർഡിലിരിക്കുന്ന ആഗോള ശക്തികളുടെ പോരാട്ടം അമേരിക്ക ചൈന, രണ്ടും ഒരേ തലത്തിലെ യുദ്ധമാണ് നടക്കുന്നത്. അതായത് അവസാനം പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും യഹൂദന്മാരോ ഇസ്രായേലിനെ കുറ്റപ്പെടുന്ന രീതിയല്ല. ഇതിന് പുറകിൽ ഗൂഢാലോചന, രാഷ്ട്രീയമുണ്ട്. ഇത് എന്ന് പറയുന്നത് അമേരിക്കയുടെ ശക്തിക്കെതിരായിട്ട് വന്നിരിക്കുന്ന ഈ ചൈനയുടെ കരങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനുള്ള അമേരിക്ക തന്ത്രമാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇതുകൊണ്ടൊന്നും കൊണ്ട് അവിടെ ഇടാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഒരുപാട് പേര് പറയും ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. യഥാർത്ഥ കാരണം വേറൊന്നുമല്ല. ഇത് ഈ ഒരു യുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണം ഇത് ചൈനയ്ക്കുള്ള നിരീക്ഷണമാണ്. ഇതിന് എക്സാമ്പിൾ പറയുന്ന നരേന്ദ്രമോദി പോലും അദ്ദേഹം എന്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇസ്രായേലിലേക്ക്? കാരണം അദ്ദേഹത്തിന് അറിയാം ഇന്ത്യക്കും ആവശ്യമാണ് ചൈനയെ ദുർബലമാക്കുക. എന്തൊക്കെയോ വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നു, അനുമാനിക്കുന്നു.